സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ തന്ത്രങ്ങളും ആയുധങ്ങളും മാറ്റിപ്പയറ്റുകയാണ്. അതിന്റെ ഞെട്ടലിലാണ് ട്രംപ്. ഹോർമൂസിലെ ഇറാന്റെ ഇപ്പോഴത്തെ തന്ത്രം മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് ട്രംപിന് തന്നെ സമ്മതിക്കേണ്ടിയും വന്നിരിക്കുന്നു. അതായത് അമേരിക്കൻ തന്ത്രജ്ഞർ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലാണ് അല്ലെങ്കിൽ വഴികളിലൂടെയാണ് ഇറാൻ കാര്യങ്ങൾ നീക്കുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. ഈ ചിത്രം നോക്കൂ. ഇതാണ് ഹോർമൂസിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ വലിയ വെല്ലുവിളിയാകുന്നത്. എന്താണത്? ഹോർമൂസിലെ ഇറാന്റെ ഈ പുതിയ ആയുധം അമേരിക്കൻ സൈന്യത്തെ വട്ടം ചുറ്റിക്കുകയാണ് എന്ന് തന്നെ പറയാം. അതാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. ഇറാന്റെ ഗൺ ബോട്ടുകൾ അല്ലെങ്കിൽ കൊതുമ്പ് ബോട്ടുകൾ, അതാണ് പേരുകേട്ട അമേരിക്കൻ നാവികസേനയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന. ഈ വളരെ വില കുറഞ്ഞ കൊതുമ്പ് ബോട്ടുകളെ ഉപയോഗിച്ചാണ് ഹോർമൂസിൽ ഇറാൻ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു നിർത്തുന്നത്. കൂട്ടത്തോടെ എത്തുന്ന ഈ ബോട്ടുകളെ പേടിച്ച് അല്ലെങ്കിൽ ഈ കൊതുമ്പ് ബോട്ടുകളുടെ പടകളെ പേടിച്ച് തന്നെയാണ് കപ്പലുകൾ ഇറാന് ചുങ്കം നൽകാൻ തയ്യാറാകുന്നത്. അതായത് ഇറാന്റെ ഗൺ ബോട്ടുകളെ വെറും കൊതുമ്പ് ബോട്ടുകൾ എന്ന് നേരത്തെ അമേരിക്കൻ സൈന്യം പുച്ഛിച്ചത് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഹോർമൂസിൽ ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും മൈനുകളും അമേരിക്കൻ സൈന്യം പ്രതീക്ഷിച്ചു എങ്കിലും കൊതുമ്പ് ബോട്ടുകളുടെ ആഘാത ശക്തിയെപ്പറ്റി ചിന്തിച്ചില്ല. അതിനിടെ ഇറാൻ കരാർ ഒപ്പിട്ടില്ല എങ്കിൽ ഹോർമൂസ് പിടിക്കാൻ പെന്റഗൺ ഒരു ഓപ്പറേഷൻ പദ്ധതി തയ്യാറാക്കുന്നു എന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം ഈ ഓപ്പറേഷൻ അമേരിക്കയ്ക്ക് കടുപ്പമേറിയതാകുമെന്നും ചാനൽ തന്നെ വിലയിരുത്തുന്നു. പശ്ചിമേഷ്യയിലെ പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം ഇറാന്റെ കൊതുമ്പ് ബോട്ടുകൾ എങ്ങനെയാണ് ഹോർമൂസിൽ പേരുകേട്ട അമേരിക്കൻ നാവികസേനയെ വെല്ലുവിളിക്കുന്നത് എന്ന് പരിശോധിക്കാം. 1980, 1988 കാലഘട്ടത്തിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ ഭാഗമായി നടന്ന ടാങ്കർ യുദ്ധത്തിൽ ഇറാൻ നാവികസേന പകുതിയോളം നശിപ്പിക്കപ്പെട്ടിരുന്നു. അന്ന് അമേരിക്കൻ നാവികസേനയുമായി ഉണ്ടായ നേരിട്ടുള്ള നാവിക യുദ്ധത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഇറാൻ യുദ്ധതന്ത്രത്തിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന മാറ്റം, അല്ലെങ്കിൽ ഹോർമൂസിലെ യുദ്ധതന്ത്രത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റം. ഈ യുദ്ധകാലയളവിൽ, അതായത് 1980-88 യുദ്ധകാലയളവിൽ പേർഷ്യൻ ഗൾഫിലും ഹോർമൂസ് കടലിടുക്കിലുമായി ഏകദേശം 500-ലധികം കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഇതിൽ കൂടുതലും എണ്ണ കൊണ്ടുപോകുന്ന കൂറ്റൻ ടാങ്കറുകളായിരുന്നു. അതുകൊണ്ടാണ് ടാങ്കർ യുദ്ധം എന്ന് തന്നെ ആ സമയത്തുള്ള യുദ്ധത്തിന് വിളിപ്പേര് വന്നത്. കരയുദ്ധം സ്തംഭനാവസ്ഥയിലായപ്പോഴാണ് ഇറാനും ഇറാഖും പരസ്പരം എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിടാൻ തുടങ്ങിയത്. ഇറാഖിനെ സഹായിക്കുന്ന കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകളെയും ഇറാൻ ആക്രമിച്ചു. ഇതോടെ കുവൈറ്റിനായി അമേരിക്കൻ നാവികസേന വിഷയത്തിൽ ഇടപെട്ടു. ഇതോടെ ഇറാൻ കടലിൽ വ്യാപകമായി മൈനുകൾ വിതറി. 1988 ഏപ്രിലിൽ പേർഷ്യൻ ഗൾഫിൽ വെച്ച് അമേരിക്കയുടെ USS സാമുവൽ B. റോബർട്ട്സ് എന്ന യുദ്ധക്കപ്പൽ ഈ മൈനിൽ തട്ടി തകർന്നു. ഇതിന് തിരിച്ചടിയായി ഓപ്പറേഷൻ പ്രേയിങ് മാൻഡിസ് എന്ന ഒരു ഒറ്റ ദിവസത്തെ സൈനിക നീക്കത്തിലൂടെ ഇറാന്റെ നാവികസേനയുടെ പകുതിയോളം തകർക്കാൻ അന്ന് അമേരിക്കയ്ക്ക് കഴിഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ ഉപരിതല നാവിക യുദ്ധമെന്നും ഇതിനെ വിളിക്കാം. ഈ വലിയ പരാജയത്തിൽ നിന്നാണ് ഇറാൻ പാഠം പഠിച്ചത്. വലിയ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ച് അമേരിക്കയെ നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇറാൻ തന്ത്രം മാറ്റിപ്പിടിച്ചു. 1986 തന്നെ ഇറാൻ ചെലവ് കുറഞ്ഞ ഗൺ ബോട്ടുകൾ ഫലപ്രദമായി ഉപയോഗിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഇപ്പോഴത്തെ ഗറില്ല നാവിക തന്ത്രങ്ങൾ രൂപപ്പെട്ടത് അന്നത്തെ ആ തിരിച്ചടിയിൽ നിന്നാണ്. വേഗതയേറിയ ഇത്തരം ബോട്ടുകളിൽ ഹെവി മെഷീൻ ഗണ്ണുകളും റോക്കറ്റ് ലോഞ്ചറുകളും കപ്പൽ വേദ മിസൈലുകളും അല്ലെങ്കിൽ വിമാനവേദ മിസൈലുകളും വരെ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട്. അതാണ് ഈ ചെറു ബോട്ടുകളെ കൂടുതൽ അപകടകാരികളാക്കുന്നത്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിലും പാറക്കെട്ടുകൾക്കിടയിലും ഒളിച്ചിരിക്കാനും പെട്ടെന്ന് തന്നെ രംഗത്തെത്തി ആക്രമിക്കാനും ഇത്തരം ചെറിയ ബോട്ടുകൾ കൊണ്ട് ഇറാന് കഴിയുന്നു. ഒറ്റപ്പെട്ട വലിയ കപ്പലുകൾക്ക് പകരം ഡസൻ കണക്കിന് ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് ശത്രു കപ്പലുകളെ വളയുന്ന രീതിയാണ് ഇറാൻ വികസിപ്പിച്ചെടുത്തത്. ഒരുപാട് ബോട്ടുകൾ ഒരുമിച്ചെത്തുമ്പോൾ വലിയ കപ്പലുകളുടെ റഡാർ സംവിധാനങ്ങളെയും പ്രതിരോധ ആയുധങ്ങളെയും ആശയക്കുഴപ്പത്തിലാക്കാനും ഇതിലൂടെ ഇറാന് സാധിക്കുന്നു. ഈ ബോട്ടുകൾക്ക് മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാനും കഴിയും. അതായത് വളരെ ശരവേഗത്തിൽ കപ്പലിൻ്റെ അടുത്തേക്ക് ഈ ബോട്ടുകൾ എത്തും. ഇത് വലിയ കപ്പലുകൾക്ക് പ്രതികരിക്കാൻ സമയം നൽകാതെ പെട്ടെന്ന് അടുത്തെത്താനും സൈനികർക്ക് കപ്പലിലേക്ക് കയറാനുമുള്ള സാഹചര്യം ഒരുക്കാനും സഹായിക്കുന്നു. ഈ ദൃശ്യം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ 2 ചരക്ക് കപ്പലുകൾ പിടിച്ചെടുത്തിരുന്നു. അത് ഈ ബോട്ടുകൾ, ഈ കൊതുമ്പ് ബോട്ടുകൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഈ കപ്പലുകളുടെ അടുത്തെത്തുകയും അവിടേക്ക് ഇരച്ചു കയറുകയും ആയിരുന്നു. മാത്രമല്ല, ഈ കൊതുമ്പ് ബോട്ടുകൾ നിർമ്മിക്കാൻ വളരെ ചെലവും കുറവാണ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഇത്തരം കൊതുമ്പ് ബോട്ടുകളാണ് ഇറാന്റെ വിപ്ലവസേനയുടെ കൈവശം ഇപ്പോഴുള്ളത്. ഇവ പലപ്പോഴും തീരത്തുള്ള തുരങ്കങ്ങളിലോ നാവിക താവളങ്ങളിലോ കപ്പലുകളിലോ ഒളിപ്പിച്ച നിലയിലാണ് ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ ഇത്തരം ഗൺബോട്ടുകളെ ഇറാൻ കടലിൽ ഇറക്കിയിരുന്നില്ല.
ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉപയോഗിച്ചാണ് കപ്പലുകളെ പേടിപ്പിച്ചത്. അതായത് ഹോർമൂസ് കടലിടുക്കിലേക്ക് വന്ന കപ്പലുകളെ പേടിപ്പിച്ചത്, കപ്പൽ ഗതാഗതം തടഞ്ഞത്. എന്നാൽ അമേരിക്ക ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്തുകയും ഇറാൻ ബന്ധമുള്ള ചരക്ക് കപ്പലിനെയും എണ്ണ ടാങ്കറിനെയും പിടിച്ചെടുക്കുകയും ചെയ്തതോടെ ഗൺബോട്ടുകൾ ഇറക്കി ഇറാൻ മറുതന്ത്രം പയറ്റുകയായിരുന്നു. ഹോർമൂസിൽ വെച്ച് 2 ചരക്ക് കപ്പലുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ പിടിച്ചെടുത്തതും മറ്റു ചില കപ്പലുകൾക്ക് നേരെ വെടിവെച്ചതുമെല്ലാം ഈ കൊതുമ്പ് ബോട്ടുകൾ ഉപയോഗിച്ചാണ്. എന്തായാലും ഇറാന്റെ ഇപ്പോഴത്തെ മൊസ്കിറ്റോ ഫ്ലീറ്റ് തന്ത്രത്തിൽ അന്തം വിട്ടിരിക്കുകയാണ് അമേരിക്ക എന്ന് തന്നെ പറയാം. ഇറാന്റെ ഹോർമൂസ് തന്ത്രത്തിന്റെ നട്ടെല്ലായി ഈ കൊതുമ്പ് ബോട്ടുകൾ മാറി എന്നും പറയാം. എന്നാൽ ട്രംപ് പറയുന്നത് ഈ ഗൺ ബോട്ടുകളെ അമേരിക്ക വ്യാപകമായി നശിപ്പിക്കാൻ പോകുകയാണ് എന്നാണ്. ഇതിൻ്റെ അപകടകരമായ അവസ്ഥ അല്ലെങ്കിൽ ആഘാത ശക്തി ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ കരീബിയൻ പസഫിക് മേഖലയിലെ മയക്കുമരുന്ന് കടത്ത് ബോട്ടുകളെ നശിപ്പിച്ചതുപോലെ ഇവയും നശിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ അത്ര നിസ്സാരമായി ഇറാന്റെ ഗൺ ബോട്ടുകളെ നശിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതിന് അവർ നിരവധി കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും ഒരേ സമയം കുറച്ച് ലക്ഷ്യങ്ങളെ മാത്രമേ തകർക്കാൻ കഴിയൂ. എന്നാൽ ഇറാൻ 50-ലധികം ഗൺ ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഒരു സമയം ആക്രമണം നടത്തുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. എല്ലാ ബോട്ടുകളെയും ഒരേ സമയം നശിപ്പിക്കുക എന്നത് അമേരിക്കൻ വ്യോമസേനയ്ക്ക് അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയായി മാറും. മാത്രമല്ല, ഈ ഗൺ ബോട്ടുകളിൽ തോളിൽ വെച്ച് തൊടുക്കാവുന്ന വിമാന വേദ മിസൈലുകൾ അല്ലെങ്കിൽ കപ്പൽ വേദ മിസൈലുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുകൊണ്ട് അമേരിക്കയുടെ താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററുകളെയും ഡ്രോണുകളെയും അടിച്ചിടാൻ ഇറാന് കഴിയും. മാത്രമല്ല, അമേരിക്ക വ്യോമാക്രമണത്തിന് ഉപയോഗിക്കുന്ന മിസൈലുകൾ വളരെ വില കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈൽ ഉപയോഗിച്ച് വെറും സാധാരണ ഈ കൊതുമ്പ് ബോട്ടുകൾ എന്ന് അമേരിക്ക പണ്ട് പുച്ഛിച്ച ആ ബോട്ടുകളെ തകർക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തികമായ നഷ്ടമുണ്ടാക്കി വെക്കുകയും ചെയ്യും. ആയുധശേഖരം കുറയുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ആക്രമണ പദ്ധതി അമേരിക്ക പ്ലാൻ ചെയ്യില്ല, അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യം പദ്ധതിയിടില്ല എന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിൽ 100 കണക്കിന് സാധാരണ മീൻപിടുത്ത ബോട്ടുകളും ചരക്ക് കപ്പലുകളും ഉണ്ടാകും. ഇവയ്ക്കിടയിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇറാന്റെ ഗൺബോട്ടുകളെ കൃത്യമായി തിരിച്ചറിയുക ഈ ആക്രമണം നടത്താനെത്തുന്ന ഹെലികോപ്റ്ററുകളുടെയോ അല്ലെങ്കിൽ വിമാനങ്ങളുടെയോ പൈലറ്റുകൾക്ക് പ്രയാസകരമാണ്. തെറ്റായ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. അതായത് ഈ ഗൺ ബോട്ടുകളെ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിൽ മീൻപിടുത്ത ബോട്ടുകളെയോ കപ്പൽ ബോട്ടുകളെയോ അല്ലെങ്കിൽ കപ്പലുകളെയോ ലക്ഷ്യം വെച്ചാൽ അല്ലെങ്കിൽ അതിലേക്ക് മിസൈലുകൾ ചെന്ന് വീണാൽ അത് വലിയ പ്രത്യാഘാതത്തിന് കാരണമാകും. ഇറാന്റെ തീരപ്രദേശത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഗുഹകളിലാണ് ഈ ബോട്ടുകൾ ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്നത്. ഇവയെ ആകാശത്ത് നിന്ന് കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. ആക്രമണം നടത്താൻ വേണ്ടി മാത്രം ഇവ പുറത്തേക്ക് വരികയും പെട്ടെന്ന് തന്നെ ഈ ആക്രമണം നടത്തിയ ശേഷം ഒളിത്താവളത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. അതായത് പേരുകേട്ട അമേരിക്കൻ വ്യോമസേനയ്ക്ക് ഹോർമൂസ് കടലിടുക്കിൽ വലിയ വെല്ലുവിളിയായി ഈ ചെറു ബോട്ടുകൾ മാറുമെന്ന് തന്നെയാണ് സൈനിക വിദഗ്ധരെല്ലാം പറയുന്നത്. അതായത് ട്രംപ് പറയുന്നത് പോലെ ആക്രമണത്തിന് വന്നാൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ട്രംപ് പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇവയെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വെടിനിർത്തലിലേക്ക് ഇറാൻ എത്തിയില്ല എങ്കിൽ ഹോർമൂസിലെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ അമേരിക്കൻ സൈന്യം മറ്റൊരു പദ്ധതി ഇടുന്നു എന്ന റിപ്പോർട്ട് CNN റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ CNN പുറത്തുവിടുന്നത്. പക്ഷേ ആ നീക്കത്തിലും അമേരിക്കൻ സൈന്യത്തിൻ്റെ വലിയ വെല്ലുവിളി ഈ ഗൺബോട്ടുകളും ഡ്രോണുകളും തന്നെയാണ്. അതുകൊണ്ട് ഗൺബോട്ടുകളെ ഒളിപ്പിച്ചിട്ടുള്ള കേന്ദ്രങ്ങളെ അമേരിക്ക ലക്ഷ്യമിടുന്നു എന്നാണ് CNN വിവിധ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. ഒപ്പം കടലിടുക്കിലേക്ക് മിസൈൽ തൊടുക്കാൻ പാകത്തിൽ തീരത്ത് വിന്യസിച്ചിരിക്കുന്ന ഇറാന്റെ ആൻറ്റി ഷിപ്പ് മിസൈൽ ബാറ്ററികൾ നശിപ്പിക്കുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യമാണ്. അതായത് ഗൺബോട്ടുകളെ തകർക്കുക, ഈ മിസൈലുകൾ വിടാൻ പറ്റുന്ന ബാറ്ററികളെ തകർക്കുക, കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കുന്ന ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ നിർവീര്യമാക്കുക എന്നതും മറ്റൊരു ലക്ഷ്യം. ഒപ്പം വെടിനിർത്തൽ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇറാന്റെ വിപ്ലവ ഗാർഡിലെ, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉന്നത കമാൻഡർമാരെയും അവർക്ക് പിന്തുണ നൽകുന്ന ഗ്രൂപ്പുകളുടെ നേതാക്കളെയും ലക്ഷ്യം വെക്കുക എന്നതാണ് അമേരിക്കയുടെ മറ്റൊരു പദ്ധതി. ഇതിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ കമാൻഡർ ഇൻ ചീഫായ അഹമ്മദ് വാഹിദിയും ഉൾപ്പെടുന്നു എന്നാണ് CNN സ്രോതസ്സുകൾ ഉദ്ധരിച്ച് പറയുന്ന റിപ്പോർട്ട്. ഇതിനായി ഡീപ്പ് കവർ ഏജന്റുകളെയും അത്യാധുനിക ഡ്രോണുകളെയും ഉപയോഗിക്കുമെന്ന് CNN ചില ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് കേവലം സൈനിക താവളങ്ങൾ തകർക്കുന്നതിനേക്കാൾ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന നേതൃത്വത്തെ ഇല്ലാതാക്കിയാൽ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാമെന്നാണ് വാഷിങ്ടന്റെ കണക്കുകൂട്ടൽ, അതായത് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഈ സൈനിക നീക്കം അമേരിക്കയ്ക്ക് അത്ര എളുപ്പമാകില്ല, കടുപ്പമേറിയത് തന്നെ ആകുമെന്നതാണ് CNN തന്നെ വിലയിരുത്തുന്നത്. കടലിടുക്കിൽ ഇറാൻ ഇതിനോടകം നിക്ഷേപിച്ചിട്ടുള്ള 100 കണക്കിന് കടൽ മൈനുകൾ നീക്കം ചെയ്യുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം
അതീവ അപകടകരമായ ദൗത്യമായി മാറും. മിഡിൽ ഈസ്റ്റിലെ തുടർച്ചയായ പോരാട്ടം കാരണം അമേരിക്കയുടെ മിസൈൽ ശേഖരത്തിൽ പ്രത്യേകിച്ച് ഇന്റർസെപ്റ്ററുകളിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഇത് ഒരു നീണ്ട യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അമേരിക്കയെ പ്രതിസന്ധിയിലാക്കും. അമേരിക്ക ആക്രമണം നടത്തിയാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തകർക്കുകയും ആഗോള എണ്ണ വിതരണം എന്നേക്കുമായി തടസ്സപ്പെടുത്തുമെന്നുമാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വെടിനിർത്തൽ സമയത്ത് ഇറാൻ തങ്ങളുടെ സൈനിക ആയുധങ്ങളിൽ ചിലത് പുതിയ സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി കഴിഞ്ഞ ആഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. അതായത് ഇറാന്റെ ആയുധ ശേഖരത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. മാത്രമല്ല കാസ്പിയൻ കടൽ വഴി റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിയെന്ന് റിപ്പോർട്ടുണ്ട്. ചൈനീസ് ആയുധങ്ങളും റഷ്യ വഴി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമൂസിലെ ഇറാന്റെ പ്രതിരോധത്തെ അത്ര പെട്ടെന്ന് തകർക്കാൻ ട്രംപിനോ അമേരിക്കൻ നാവികസേനയ്ക്കോ വ്യോമസേനയ്ക്കോ കഴിയില്ല എന്ന് തന്നെയാണ് വിശകലന വിദഗ്ധരെല്ലാം പറയുന്നത്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് ഇറാന്റെ ഹോർമൂസ് കുരുക്ക് ഇപ്പോൾ അഴിയാ കുരുക്കാണ്. അമേരിക്കയുടെ നാവിക ഉപരോധം ആ കുരുക്ക് കൂടുതൽ മുറുക്കിയിട്ടേ ഉള്ളൂ എന്നാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം പറയുന്നത്. ഇറാൻ ചർച്ചയ്ക്ക് എത്താത്ത സാഹചര്യത്തിലും മധ്യസ്ഥരായ പാകിസ്ഥാനോട് ഇറാൻ അതൃപ്തി രേഖപ്പെടുത്തിയ സാഹചര്യത്തിലും ഇനി എന്ത് എന്നത് ട്രംപിന് മുന്നിലെ വലിയ ചോദ്യമാണ് എന്നാണ് നിരീക്ഷകരെല്ലാം അഭിപ്രായപ്പെടുന്നത്. അപ്പോഴും മുഴങ്ങിക്കേൾക്കുന്നത് ഇറാൻ നേതാക്കൾ പണ്ട് പറഞ്ഞ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകളാണ്. യുദ്ധം നിങ്ങൾ തുടങ്ങിക്കോളൂ, പക്ഷേ എപ്പോൾ നിർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന ആ വാക്കുകൾ. അതുതന്നെയാണ് വീണ്ടും വീണ്ടും പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സമാധാന പാതയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.